ഉദയ്പൂർക്ക് പോകണം. ഹിന്ദി രാവിലെ 7 മണിക്കുള്ള ഫ്ലൈറ്റ് 9:30 അവിടെ എത്തും. ഉദയ്പൂർ 2 ദിവസം ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് പോരും. ആ യാത്ര നമുക്ക് കാണാം. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചെറിയ എയർപോർട്ടാണ്. നമ്മൾ ഉദയ്പൂർ എയർപോർട്ടിൽ മഹാറാണ പ്രതാപ് എയർപോർട്ടിൽ ഇറങ്ങി നമ്മളിപ്പോൾ ഇവിടുന്ന് സിറ്റിയിലോട്ട് പോകണം. ഏതാണ്ട് 3/4 മണിക്കൂറുണ്ട്. ഉദയ്പൂർ ഊബറൊക്കെ ഉണ്ട് ഭാഗ്യത്തിന്. അപ്പോൾ ഊബറിലാണ് ഞങ്ങൾ പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ സിറ്റിയിൽ വെച്ച് പറയുന്നതായിരിക്കും. ഇവിടുത്തെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്ന് പോവുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട് പകലായത്. നമ്മളിവിടെ കാണുന്നതാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ഫാക്ടറി. ഇത് രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഉദയ്പൂരിനെ ഇപ്പൊ കാണുന്നത് നമ്മുടെ ഫാക്ടറിയുടെ ഒരു സൈഡ് മാത്രമാണ്. ഇത് ഭയങ്കര വലിയ ഫാക്ടറിയാണ്. ഇതാണ് ഉദയ്പൂരിന് സിങ്ക് സിറ്റി എന്ന പേര് കൊടുക്കാൻ കാരണം ഈ ഫാക്ടറിയാണ്, ഹിന്ദുസ്ഥാൻ സിങ്ക്. നമ്മൾ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ കാണുന്നവർക്ക് കണ്ടിട്ട് പരിചയമുണ്ടെന്ന് പ്രതീക്ഷിക്കാം. वही प्रॉब्लम है ना, वो सब आ गया तो खत्म हो गया. ये सामने ट्राइडेंट चुंडा पैलेस, ये सॉरी उदय विलास चुंडा पैलेस. उनका गांव का नाम है, राजपूत वही है. യെസ്. ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം ഹോട്ടലിൻ്റെ ഭാഗങ്ങൾ. ഇപ്പം നമ്മളുള്ളത് ഉദയ്പൂരെ ചുണ്ട പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇത് ചുണ്ട പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പിച്ചോള ലേക്കിൻ്റെ സൈഡിലുള്ള ട്രൈഡൻ ഹോട്ടലിൻ്റെ തൊട്ടുപുറത്താണ് ഈ ചുണ്ട പാലസ്. ഇതും എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഒരു ഹോട്ടൽ തന്നെ, ഒരു പാലസ് തന്നെയായിരുന്നു. ഭയങ്കര ആർട്ട് വർക്കും റൂമിൻ്റെ ഡോറാണെങ്കിലും റൂമിൻ്റെ ഭിത്തിയാണെങ്കിലും എല്ലാം ഫുൾ ഓഫ് ആർട്ട് വർക്കാണ്. ഫുൾ മൊസൈക്കാണ്. നിലത്തെ മൊസൈക്ക് അല്ലാത്തൊരു സാധനം തൊട്ടിട്ടില്ല. ഈവൻ ബെഡ്റൂം ആണെങ്കിലും ഈവൻ വാഷ്റൂം ആണെങ്കിലും ഒക്കെ ഫുൾ വളരെ ഭയങ്കര ഭംഗിയുള്ള മാർബിൾ വർക്കാണ്. പിന്നെ അതിന് പുറമെ ഇതിൻ്റെ ഇൻറ്റീരിയർ കയറി വരുന്ന കോർട്ട്യാർഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലൂ കളർ പീക്കോക്കൊക്കെ വെച്ച് നല്ല ഭംഗിയോടെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ഹോട്ടലാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത്. അതിന് പുറമെ ഇതിന് തൊട്ടടുത്താണ് ട്രൈഡൻറ്റ് ഉദയ് വിലാസ് പറഞ്ഞിട്ടുള്ള പഴയ കൊട്ടാരം. അത് ഈ മറ്റേ പിച്ചോള ലേക്ക് സിറ്റി പാലസിൻ്റെ നേരെ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഹോട്ടലാണ് ട്രൈഡൻറ്റ്. അതും ഭയങ്കര വലിയ ഹോട്ടലാണ്. ഇതിന് പുറമെ ഈ ലേക്കിൽ തന്നെ ആക്ച്വലി പിച്ചോള ലേക്കിനകത്ത് തന്നെയാണ് താജിൻ്റെ ലീല എന്ന് പറഞ്ഞിട്ട് താജിൻ്റെ ഹോട്ടലുള്ളത്. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അതിൽ എനിക്ക് തോന്നുന്ന ഒരു ദിവസത്തെ റൂമിന് 75,000 രൂപ എന്താണ് നമ്മൾ കണ്ടത്. അങ്ങനെ അത് വളരെ ഫേമസ് ആയിട്ടും ഉള്ള ഹോട്ടലാണ്. ഇത് രജപുത്താന ഫാമിലീസ് ആണോ അതോ മേവാർ കിങ്സിൻ്റെ ആണോ അങ്ങനെ എന്തോ ഒരു രാജവംശമാണ്
ഇതിൻ്റെ ഹോട്ടലിൻ്റെ മാനേജ്മെൻ്റ് എന്നാണ് താഴെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ ഇവിടുന്ന് നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിലാണ് ലേക്ക് ഇരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ സിറ്റിയുടെ മെയിൻ ഭാഗങ്ങളിലേക്ക്, സിറ്റി പാലസ് അങ്ങനെയുള്ള പല പല സാധനങ്ങളിലേക്ക്. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. അങ്ങനെ പക്ഷെ റൂം അടിപൊളിയാണ്, രക്ഷയില്ല. പിന്നെ ഇതെന്താ ഭക്ഷണം കഴിക്കാനോ? അത് ബാറ്, അത് അപ്പുറത്ത് അത് പിന്നെ ഇപ്പൊ കുളിച്ചിരുന്നു. ഷവറും ഇവിടെ നിന്ന് വൈകുന്നേരമൊക്കെ ചായ കുടിക്കാൻ രസമായിരിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ചൂടാ. ഇതിൻ്റെ അകത്തുനിന്ന് വ്യൂ കളിച്ചില്ല. അമ്മോ എന്ത് രസം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ നേരത്തെ വന്നു കേട്ടോ, 12 മണിയായപ്പോൾ തന്നെ വന്നു. എല്ലാവരും വരുന്നേ ഉള്ളൂ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. ഇവിടുത്തെ സ്പെഷ്യലാണ് ബ്ലാക്ക് ലെന്തിൽ നിന്ന് എന്താണ് ചെറുപയറല്ല വേറെന്തോ, ചെറുപയറും കുറെ ഇതൊക്കെ ഇട്ട് നെയ്യിലിട്ട് വേവിച്ച് അത് ഗോതമ്പ് മാവിൽ ഉരുട്ടി ഡംപ്ലിങ്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ കറിയും കൂടെ തരും. ഇത് തോന്നുന്നു കണ്ടറിയാം വരുമ്പോൾ. ഇവിടുത്തെ സ്പെഷ്യലാണ്. പക്ഷെ അത് ഉണ്ട പോലെയാണെന്ന് എനിക്കറിയാം. ഞാൻ അതിൻ്റെ ഇത് കണ്ടു, പിക്ചർ കണ്ടു, ഞാനും കണ്ടു. രാജസ്ഥാൻ സ്പെഷ്യലാണ്, അതുകൊണ്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ അറിയാം എന്താണെന്ന്. ഇതാണ് ലാൽ മാംസം എന്ന സാധനം. ലാൽ മാംസം എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റാണ്. റെഡ് മീറ്റാണ് പിന്നെ ഇവിടെ ഉള്ളത്. അത് പക്ഷേ ഭയങ്കര വലുത്. അത് ഭയങ്കര സമയമെടുക്കും, അരമണിക്കൂറെടുക്കും. മിക്കവാറും പിള്ളേർ പ്രാന്താണ്. ബാക്കി ഷാമിൽ എന്താ ഓർഡർ ചെയ്തത്? ബിരിയാണി. പിള്ളേർക്ക് ഫ്രൈഡ് റൈസ്. ഞാൻ മാത്രമാണ് ഈ ദാൽ മാറ്റി ചുരുങ്ങ ഓർഡർ ചെയ്തേക്കണം. കഴിക്കുന്നത് ഇവിടെ പുറത്തൊരു ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളും പിന്നെ അപ്പുറത്ത് ലേക്ക് പിച്ചോളയും കാണാം അങ്ങ് ദൂരെ.
ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലേക്സ് ഇൻ ഉദയ്പൂർ. ചുറ്റും മലകളാണ്, നമുക്ക് കാണാമെന്നോ അറിയില്ല. ഇവിടെ മുഴുവൻ മലകൾ. നമ്മളിപ്പോൾ പോകുന്നത് സജ്ജൻഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് മുകളിലുള്ള മൺസൂൺ പാലസിലേക്കാണ്. ഇത് പണ്ടത്തെ രാജാക്കന്മാരുടെ മൺസൂൺ പാലസ് ആണ്. ഇത് പോയി ഇതിന് 178 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഇത് ടിക്കറ്റ് മുകളിൽ പോകാനുള്ള ടിക്കറ്റ്. അതിന് പുറമെ മുകളിലേക്ക് വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിക്ക് ഒരാൾക്ക് അഡൾട്ട്സിന് 120 ചൈൽഡിന് 60 വേണം ടിക്കറ്റ്. അങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് കാശ്. ഇതിന് പുറമെ ഇവിടെ താഴെ ഒരു ബയോളജിക്കൽ പാർക്കുണ്ട്. അതിൽ മാത്രം പോകണമെങ്കിൽ അതിന് വേറെ 43 രൂപയാണ്, 48 രൂപ വേറെ ടിക്കറ്റ് ഉണ്ട്. ഫുൾ കാശാണ് എല്ലാത്തും. തൊടുന്നതിനും പിടിച്ചതിനൊക്കെ കാശാണ്. പിന്നെ ഈ ഇത്തിരി ചൂട് കൂടുതലാണെങ്കിൽ മുകളിൽ പോയാൽ എന്താ ചെയ്യാന്നുള്ളത് അവിടെ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം. बाकी आप 1 घंटा तक वेटिंग करनी पड़ती है। अच्छा, इतना भीड़ होता है। इवनिंग तो बहुत सीजन में बहुत ज्यादा होगा ना. हाँ, അത് ചുറ്റും ബയോളജിക്കൽ പാർക്കാണ്, ചുറ്റും കാട് പോലെയാണ്. കാട് ചിലപ്പോൾ ആനിമൽസ് ഉണ്ടാവും. ये अपना अपना गाड़ी लेके गए क्या? हाँ, वो भी ले सकता है क्या? टैक्सी वाले कुछ भी बोल देते हैं कि भैया ऊपर जाने में ज्यादा होता है, नीचे जाने में ज्यादा होता है. टैक्सी आती है। വേണ്ട, അത് പിടിക്കാൻ വേണ്ട. जो लिख रखा है वैसे गाइड की भी ऐसी कोई जरूरी नहीं है। हाँ, नहीं है. हम ही जा सकते हैं ना. हाँ? हम ही जा सकते हैं ना, जाके पढ़ लेते हैं. हाँ, पढ़ लो बस। कुछ गाइड नहीं चाहिए. वो आएगा तो वो भी वही बताएगा. ठीक है, पढ़ नहीं सकता है. ठीक है. हाँ, मैं आपसे पूछता हूँ, आपको पता हो ना. തന്നെയാണ് അവരും വായിക്കുന്നത്. അപ്പോൾ ഗൈഡിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. हमारा भी यूट्यूब चैनल चलता है, उसका वीडियो ले ले. ഹെയർ പിൻസ് ഉണ്ട്. എത്ര ഹെയർ പിൻ ഉണ്ടാവും? മുകളിലെത്തി. വണ്ടി
आपसे मिलने ആ അതെ ഒന്നും വച്ചിട്ടില്ല. വാ നമുക്ക് പോവാം. വാ ഈ പുള്ളിനൊക്കെ പേടിയാണ്. നല്ല അടി കിട്ടിയിട്ടുണ്ടാവും പുള്ളിനെ. നല്ല ബുദ്ധിയുള്ള കൊട്ടാരം കെട്ടിയിരുന്നത്. കൊട്ടാരം കണ്ടോ? കൊട്ടാരം പാലസ്. പണിത കൊട്ടാരമാണ്. ഫത്തേ സിംഗ്, ജനമഹൽ, മർദ്ദന മഹൽ, സഭാ മണ്ഡപ് എന്നിവ പില്ലർസോട് കൂടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ കുറെ സൈഡൊക്കെ. ഇവിടെ താഴേക്ക് വന്നാണ് കാഴ്ച കള്ളം പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെ നിങ്ങൾ കയറി വരാൻ കാശ് കൊടുക്കണം, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ കാശ് കൊടുക്കണം. അതെ, ഗൈഡ്സ് പലതും പറയും. അല്ല ഗൈഡ്സ് അല്ല, എന്താണ് ടാക്സി ഡ്രൈവേഴ്സ് പലതും പറയും താഴത്തുനിന്ന്. അത് കേട്ട് നമ്മൾ വിശ്വസിച്ച് അവരുടെ ഒപ്പം വരാൻ നിൽക്കണ്ട. ഇവിടെ തന്നെ നമുക്ക് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എടുത്ത് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് മുകളിലോട്ട് വരാവുന്നതാണ് കേട്ടോ. ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റ് എവിടെയുള്ളൂ, കാരണം നല്ല ചൂടാണ്. ഉച്ചയ്ക്ക് 2 മണിയാണ്. സാധാരണ വൈകുന്നേരം ആകുമ്പോഴാണ് ആൾക്കാരൊക്കെ ഇവിടെ വരിക. കുറച്ച് ബിൽഡിംഗ് മാത്രമല്ലേ, അതിന്റെ അപ്പുറത്തൊരു ഓറഞ്ച് ക്രീം കളർ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഒരു കൊട്ടാരം പോലെ. അത് നേരെ ആ ലേക്കിന് നടുവിൽ കാണില്ലേ, അതാണ് താജ്. ഓ, ആ ലേക്കിന്റെ അപ്പുറ സൈഡില് ഗ്രീൻ കളറിലൊരു ഫസാഡ് പോലെ കാണില്ല, അതാണ് നമ്മുടെ സിറ്റി പാലസ്. ആ മലയുടെ മുകളിലേക്ക് ഒരു വഴിയാണല്ലേ, അതാണ് കർണിമ ദേവി ടെമ്പിൾ. നാളെ വലിയ പരിപാടി ഓ അത് വേണ്ട, കാണാത്ത സ്ഥലങ്ങളൊക്കെ പോവാന്നേ. സ്റ്റെപ്പ് കയറി ഇവിടെ മുകളിലേക്ക് വരാം. ഇതാണ് മുകളിലത്തെ വ്യൂ. നമ്മൾ മൺസൂൺ പാലസിൽ പോയി
ഇനി നമ്മൾ താഴത്തേക്ക് നടക്കാൻ പോവാണ്. ഇവിടുത്തെ വ്യൂ സൂപ്പറാണ്, പക്ഷേ പാലസിനകത്ത് വലിയ കാര്യമായിട്ട് അധികമൊന്നും കാണാനില്ല. വ്യൂ പോയിന്റ്സ് ആണല്ലേ? രാജ് ഷക്കീരോ ശവകുടീരം എന്നാണോ എന്നറിയില്ല, എന്തോ ഒരു സംഭവം. ഇവിടെ ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഗൈഡൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പോയി കണ്ടാൽ മാത്രം മതി. ഗൈഡ് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി നമുക്ക് നമ്മൾ വന്നതുപോലെ തന്നെ വണ്ടിയിൽ കയറി തിരിച്ച് താഴത്തേക്ക് പോവാം, എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇവിടെ കുറച്ച് ഹെയർ പിന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ. ാണ് ഇവിടെ ഒരു ഷോപ്പിംഗ് പാരഡൈസാണ്. കുറേ ഷോപ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം വലിയ പാടാണ്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റും. ബെഡ്ഷീറ്റും ആർട്ട് എംപോറിയം കുറേ നല്ല ഭംഗിയാണ് അറിയുന്നുണ്ട്. ഈ സ്ട്രീറ്റിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഹോട്ടലിൻ്റെ നൈറ്റ് വ്യൂ അല്ല, എന്ത് രസമാണ് നൈറ്റ് വ്യൂ. എന്ത് പാലസ്? അത് സിറ്റി പാലസ്, ഉദയ്പൂർ സിറ്റി പാലസ്. ഇതാ കാണുന്ന മലയുടെ മുകളിൽ ലൈറ്റ് ആണല്ലേ, അതാണ് മറ്റേ കാന്തിമ ദേവി ടെമ്പിൾ. ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാവിലെ വന്നതാണ്. ഇവിടെ ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ സ്റ്റേയുടെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. എൻ്റെ ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പിലാണ് കേട്ടത്. ഇത് നോക്കി ഇവിടെ ധാരാളമായിട്ട് തടിയുടെ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള കുറേ ആനകളും ഒക്കെ ഉണ്ട്. ब्रह्मपोल गेट वो यहाँ पे पैदल चलना पड़ेगा, वहाँ से वॉक करके आई रिक्शा लेके जा सकते हो. अच्छा लेकिन इतनी दूर में आ जाइए आप, आ जाइए. क्या सीन है यार, गवर्नमेंट का सीन. എന്താണ് ഷാബേട്ടാ? സിറ്റിക്കകത്ത് കാറ് പോവില്ല അത്ര പകല്. ये संडे भी नहीं जाते हैं? संडे और ज्यादा बंद रखते हैं. अरे यार संडे क्या है, जो टूरिस्ट होता है ना, शनिवार संडे. हाँ ओल्ड टाउन में ऐसा जीप खड़ा ഇപ്പോൾ है. സിറ്റിയുടെ അകത്തേക്ക് നമുക്ക് കാറിന് പോകാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കാറാണ് ബുക്ക് देखा था ചെയ്തേക്കുന്നത്. मैं कल वो यहाँ तक നമുക്ക് ഓട്ടോ എടുക്കണം അവിടെ വരെ പോകാനായിട്ട്. ഇതിന് നമ്മളൊരു കാറിന് പറ്റുന്ന സ്ഥലം വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ ഉള്ളൂ ലേക്കിൻ്റെ അടുത്തേക്ക്. അത് നമുക്ക് ഓട്ടോയിൽ പോകാം. आज भी यहाँ बोल रहा था कोई. അവര് ചുറ്റിക്കാൻ പറഞ്ഞാൽ ശരിക്കും ചുറ്റിക്കലാണ് പരിപാടി. നമ്മൾ എവിടെയെങ്കിലും പോയിന്റ് കൊണ്ട് വിടാൻ പറഞ്ഞാൽ അത്രയും മാത്രം ചെയ്യാനുള്ള ഒരു സ്വഭാവമില്ല. നമ്മൾ ഇവിടുന്ന് ഓട്ടോയിൽ പോവാണ് സിറ്റി പാലസിലേക്ക് പോകണത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ടൂറിസ്റ്റാണ്.
ക്ലീനാണ് എല്ലായിടത്തും അല്ലേ? വലിയ പ്രത്യേകതയൊന്നുമില്ല. ഒരു പ്രത്യേകത എല്ലാം തേക്കണം തോടൊക്കെ അടിച്ച് എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറോ അങ്ങനെയൊന്നുമില്ല. ചീത്ത സ്മെല്ലോ. വണ്ടികളുണ്ട്, ചെറിയ റോഡാണ്, കൺജസ്റ്റഡ് ആണ്, എന്നാലും നല്ല ക്ലീനാണ്. ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയല്ലേ റോഡൊക്കെ? നല്ല നല്ല റോഡ്, ഐ മീൻ നല്ല റോഡ് മീൻസ് ക്ലീൻ ആയിട്ടുള്ള റോഡ്. ഇവിടെ ബൈക്കിലും കാറൊക്കെ റെന്റിന് എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ റെന്റിന് എടുക്കാം അങ്ങനെ. നമുക്ക് കുറച്ച് ഇത് അതെ സിറ്റിയുടെ അകത്തേക്ക് നമുക്ക് കാർ കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ഓടിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെയൊക്കെ അങ്ങനത്തെ ഇതാണ് ലേക്ക്. അത് നമുക്ക് ബോട്ടിങ്ങിന് കുറച്ച് കഴിയുമ്പോൾ വരാം. പക്ഷെ ഇപ്പം ആരും ബോട്ടിങ് വന്നിട്ടില്ല അല്ലേ? എല്ലാവരും ഈവനിങ് ആകുമ്പോഴേക്കും ഉണ്ടല്ലേ? ബോട്ടുണ്ട്. എല്ലാം വണ്ടിയാണ്. ഇവിടുത്തെ ലേഡീസിൻ്റെ ഡ്രസ്സിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ സാരി എടുക്കണ പോലെയല്ല. നമ്മുടെ ഹാഫ് സാരി താഴത്തേക്ക് പാവാട, പിന്നെ മുകളിലൊരു ബ്ലൗസ്, പിന്നെ അതിൻ്റെ മുകളിൽ തലയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കാണാറില്ല രാജസ്ഥാനി വേഷം അതുപോലത്തെ ഒരു എല്ലാവരും ഇത് ലേഡീസൊക്കെ നേരത്തെ ഡ്രസ്സ് ചെയ്തിട്ട് അതൊക്കെ ആൾക്കാരൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സിനാണ്. ഏത് അമ്പലമാണ് നമ്മൾ? ശിവൻ്റെ ആണോ? അതല്ല എല്ലായിടത്തും ഒരു ട്രാപ്പായിട്ട് നമുക്ക് തോന്നും. പല സ്ഥലത്തും നമ്മളോട് കൂടുതൽ പൈസ ചോദിക്കും. നല്ലൊരു കടയുണ്ട്, ഞാൻ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ഷോപ്പിംഗ് അല്ലേ? ലെതർ ബാഗ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ വെയിലടിക്കില്ല അല്ലേ? ഹാൻഡിക്രാഫ്റ്റ് എംപോറിയം. ഇതിന്റെ പുറകിലാണോ? നമ്മൾ വന്ന സ്ഥലത്തിന്റെ പുറകിലാണോ? പാലസിന്റെ പുറകിലാണോ? ഇവിടെയൊക്കെ ലെതറിന്റെ ബാഗ്സ് ഉണ്ട് കേട്ടോ. ഓ നമുക്ക് ഇവിടെ വരാം. പാലസിൽ പോയിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യം പാലസിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പോകാം. ഇവിടെ ഞാൻ വന്നത് ഇവിടെ ടൂറിസ്റ്റ് ട്രാപ്പാണ്. എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയും അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങാൻ വേണ്ടിയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഓട്ടോറിക്ഷക്കാർ തന്നെയാണെങ്കിൽ നമ്മളോട് പറയും അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം, അത്രയും പൈസ മതി, ഇത്രയും പൈസ മതി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ഊബറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഊബറിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ റേറ്റ് തീരുമാനിച്ചാൽ മതി. നമുക്ക് പാലസിലേക്ക് പോകാം. ടിക്കറ്റ് ചാർജസ് ഉണ്ട്. ഇവിടെ ഗൈഡ്സ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ഗൈഡ്സ് നിൽക്കുന്നുണ്ട്. അവർ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്തിട്ട് ഗൈഡ്സിൻ്റെ സഹായത്തോടെ നമുക്ക് പാലസ് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു ഗൈഡിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഗൈഡ്. നമുക്ക് അതിനകത്ത് ആരോടെങ്കിലും സംസാരിച്ചിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഫിക്സഡ് റേറ്റ് ആണ് ഗൈഡിന്. 500 rupees. ഇതിങ്ങനെ
വെച്ച് കഴിഞ്ഞാൽ രാജകൊട്ടാരം 200-400 കൊല്ലം കൊണ്ട് പണിതാണ്. എന്ന് പറഞ്ഞാൽ 1559 തൊട്ട് രാജാവ് ഉദയ് സിംഗ് ഉദയ്പൂർ എന്ന സിറ്റി സ്ഥാപിച്ച സ്ഥലം തൊട്ട് പണിതാണ്. ചിത്തോർഗഡ് എന്നുള്ള രാജ്യത്തായിരുന്നു രാജാവിൻ്റെ തലസ്ഥാനം. അവിടെ സ്ഥിരം മുഗളുകാരുടെ ആക്രമണം സഹിക്കാതെ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കൗൺസിൽ ബേസ് ചെയ്തിട്ട് ഉദയ്പൂർ രാജകൊട്ടാരം പണിയാണ്. ഇതൊരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം ഇരിക്കുന്നതിന്. അപ്പോൾ പലതും പല എലിവേഷനിൽ 400 കൊല്ലങ്ങളിൽ ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു മെയിൻ പാർട്ടായിട്ടുള്ളത് രാജാവിൻ്റെ കൊട്ടാരമാണ്. അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ കോർട്ട്യാർഡ്, അയാൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ബെഡ്റൂം, അങ്ങനെ ശീഷ് മഹൽ എന്ന് പറഞ്ഞാൽ ഫുൾ കണ്ണാടി വെച്ച ബെഡ്റൂമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കോർട്ട്യാർഡ്സ് ഉണ്ട്. പബ്ലിക് കോർട്ട്യാർഡ് ഉണ്ട്, രാജാവ് പബ്ലിക്കിനെ കാണുന്ന കോർട്ട്യാർഡ്, സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോഴുള്ള കോർട്ട്യാർഡുണ്ട്. അതിന് മൂന്നാമത്തെ ഒരു കോർട്ട്യാർഡാണ് ഈ നടുവിലിരിക്കുന്നത്. ഈ കോർട്ട്യാർഡിന് അപ്പുറ സൈഡ് രാജ്ഞിമാരുടെ കൊട്ടാരമാണ്. അവിടെയാണ് രാജ്ഞിമാർ താമസിക്കുന്നതും രാജാവിൻ്റെ ഏറ്റവും അവസാനത്തെ രാജാവിൻ്റെ മരിച്ചുപോയ ഭാര്യ താമസിക്കുന്നത്. 1970 അവർ മരിക്കുന്നവരെ അവിടെയാണ് താമസിക്കുന്നത്. അവർ ശ്രീകൃഷ്ണഭക്തി കാരണം ആ കൊട്ടാരത്തിൽ കുറേയധികം കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും കൃഷ്ണൻ്റെ പടങ്ങളും ഒക്കെ കാണും. ഇതാണ് മെയിനായിട്ടുള്ളത്. ആരെങ്കിലും ഉള്ള ഗൈഡും കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് 500 കൊടുത്തു കഴിഞ്ഞാൽ അതിതൊക്കെ പറഞ്ഞുതരും. അല്ലെങ്കിൽ നമുക്ക് വന്നാൽ കാണാൻ പറ്റും, പക്ഷേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ അങ്ങനെ ഞാൻ നോക്കിയതനുസരിച്ച് വലുതായിട്ട് എഴുതിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ നോക്കി കണ്ടുപോരാം, സിനിമ കാണുന്നവരെ കണ്ടുപോരാം എന്ന് മാത്രം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തരുന്നതിന് അവരൊക്കെ കാശ് കൊടുക്കണമെന്നാണ്. കൊട്ടാരത്തിൻ്റെ കൂടെ ചേർത്ത് China stands from China, Delft from Holland, stained glass is from Belgium, so different objects from the different countries. Now, നേരത്തെ അവരോട് ചോദിച്ചില്ല അവിടെ എന്താണ് കണ്ടോ, അതിന്റെ മുകളിൽ പോയിരുന്ന രാജാവിനെ എല്ലാം കാണാം. കണ്ടോ ഗ്ലാസ് ടൈൽസൊക്കെ later, in 1965, it was converted in hotel, then it was given to Taj only. So right now, it's my Taj. Oh, this is the Taj Hotel. We call it Taj Black Palace. Okay, just opposite over there. That's Uday Vilas. Okay, Oberoi. Okay. That is Oberoi, this is Taj. If you have seen movie, from hotel, Taj Hotel. അപ്പുറത്തില്ലേ, അതാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഹോട്ടൽ ഉദയ് വിലാസ് പാലസ്. അതാണ് ബോട്ടിങ്ങിനുള്ള സ്ഥലം. ഇവിടെ ഇതിലാണ് ബോട്ടിങ്. ഇവിടെ നിന്നാണ് രാജ്ഞിമാരൊക്കെ കൂടി ഇത് കാണാറ്. എന്തായാലും അകത്ത് പുറത്തെന്തെങ്കിലും പരിപാടി ഇറങ്ങണമെങ്കിൽ കാണാറ്. റെഡിയാവുക ഇവിടെ നിന്ന് ആൾക്കാരെ കളിക്കും, രാജാവോട്ടിരിക്കും, ഇവിടെ രാജ്ഞിമാരൊക്കെ ഇവിടെ ഇരിക്കാറ്. And he was the king who was made in independent India in 1946. Yes, he was the first king in Rajasthan who gave his state for the United Kingdom. Originally it is made by copper, but it's gold plated with 180 and silver. Here, this is for the king. There is one more for the public. For that. The diamond for the Maharaja. In monsoon time, because of the cloud, they could not see the sun.
पूरा ग्लास में बना है। Ladies guests were here. Chandelier was brought from England. Again the Italian fan, that box called betel nut, fire bucket for winter. So they kept it in same position which was in 73. So they didn't change anything. ये फायर ब्रैकेट क्या है? Later in 17th century, they built Janana Mahal, Queen's Palace where we are. हाँ, यहाँ पे है ना? You can see the hill here. हाँ। So here they covered the whole hill. മലയാളം കൊണ്ടാണ് കുറെ മരം അല്ലേ? So actually, he's 80 years old. His son, he just take care of all this. So the name of the king is Karan Singh, and the name of prince is Lakshya. The Shahmani's bakery was run here in the garden from where they came. They invited Beyonce to perform. അംബാനിയുടെ മോടെ പരിപാടി ഇവിടെയായിരുന്നു. Daughter का यहाँ हुआ था, अभी लड़के का हुआ है वो बाहर हुआ था. മോൻ്റെ മോൻ്റെ പുറത്തുണ്ടായിരുന്നു. ഇവിടെ ഗാർഡനിലാണ് അവരുടെ പ്രീ വെഡിങ് ഇതുണ്ടായി പരിപാടി. രാജാവിന് ഗിഫ്റ്റ് കിട്ടിയ കുതിര, ഒരു വലിയ ചാരിയറ്റൊക്കെ ഇവിടെ ഉണ്ട്. ലൈറ്റ് അവസാനത്തെ രാജാവ് ഇപ്പോൾ 80 വയസ്സുള്ള ഇപ്പോൾ അതേമായിട്ടുള്ള 80 വയസ്സുള്ള രാജാവിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വലിയ തേര്, സിൽവർ പേസ്റ്റ് തേര് അവിടെ ഉണ്ട്. അതിന് പുറമെ ഇതിനകത്ത് മുഴുവൻ ഊടുവഴികളാണ്, ചെറിയ ചെറിയ വഴികളാണ്. അപ്പോൾ ആ വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കുനിഞ്ഞ് പോകേണ്ട ടൈപ്പുള്ള വഴികളാണ്. അതിന് പല ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ പോലും ഒരാളിൽ കൂടുതൽ ഒരു സമയത്ത് കയറി വരാനോ വാളോങ്ങാനോ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ചെറുത്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. കൊട്ടാരത്തിൽ മുഴുവൻ മാർബിളും കളേർഡ് ഗ്ലാസും ഒക്കെയാണ് നമുക്ക് കാണാൻ കിട്ടുക. പല ടൈപ്പുള്ള കളേർഡ് ഗ്ലാസ്, ചൈന ടൈല്, പല സ്ഥലത്തു നിന്നുള്ള ടൈലുകൾ ഒക്കെയാണ് നമുക്ക് കൊട്ടാരം. നല്ല ഭംഗിയുള്ള കൊട്ടാരമാണ്. പിന്നെ പലതരത്തിലുള്ള കത്തികൾ, കടാരകൾ, രാജാവിൻ്റെ പോർച്ചട്ട, 35 കിലോ ഉള്ള പോർച്ചട്ടയുണ്ട്. ഈ ചെയിൻ മെയിൽ ചട്ട. ഈ 35 കിലോ ഉള്ള ചട്ട എടുത്തിട്ട് ഒരാൾ ഒരു കുന്തവും 2 വാളും വെച്ച് യുദ്ധത്തിന് പോകണമെങ്കിൽ അയാളുടെ ഒരു ശക്തി ഒന്ന് ആലോചിക്കും. ബാൽചോക്ക് എന്ന് പറഞ്ഞിട്ടും മറ്റേ ബാൽപോ എന്നുള്ള എൻട്രി ഉണ്ട്, അപ്പുറ സൈഡിന് എൻട്രി ഉണ്ട്. അതിൽ 50 രൂപ വ്യത്യാസമുണ്ട്. ഇതിൽ ഏത് സൈഡിലാണ് കൂടുതലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് തോന്നാം ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് വരുന്നതാണ് കൂടുതൽ. ആർമറിയുടെ സൈഡിൽ നിന്ന് വരുന്നതാണ് കൂടുതൽ അതിൻ്റെ ഓർമ്മ. അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് വന്നാൽ മതി. കുതിരയുണ്ട് ഇവിടെ, കുതിര. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറത്തെത്തി കേട്ടോ, പാലസിൻ്റെ പുറത്തെത്തി. ഒരു ഗൈഡിനെ എടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് മനസ്സിലാവാനൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ ഗൈഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ കുറേ ഷോപ്പിങ്ങിനായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നിൽ കയറിയൊക്കെ ചോദിച്ച് നോക്കാം.
ഹവേലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ട്രഡീഷണൽ രാജസ്ഥാനി ഫോക്ക് ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അത് 300 രൂപ അഡൾട്ട്സിനും 250 രൂപ ചിൽഡ്രനാണ് ടിക്കറ്റിൻ്റെ കാശെന്നാണ് തോന്നുന്നത്. എനിക്ക് അവിടെ പോയി നോക്കണം. പിന്നെ നമ്മളിന്ന് രാവിലെ പോയത് സിറ്റി പാലസിലാണ്. സിറ്റി പാലസിൽ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് എത്രയായിരുന്നു? 400 150 എന്തായിരുന്നു പിള്ളേർക്ക്. അത് പക്ഷേ വളരെ ചെറിയ പിള്ളേർക്ക് എടുക്കണ്ട, കുറച്ച് പ്രായ പിള്ളേർക്ക് എടുത്താൽ മതി. പിന്നെന്താ അന്നത്തെ വീട്ടിൽ കാണിച്ചു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെയൊക്കെ കാശാണ് എടുക്കുള്ളൂ, മറ്റേത് എടുക്കില്ല. എന്ത് കാർഡ് എടുക്കില്ല. അപ്പോൾ UPIയും പലയിടത്തും എടുക്കില്ല. ഓട്ടോക്കാരാണെങ്കിലും കാശ് എടുക്കും. ഇപ്പം സിറ്റിക്കകത്ത് പോകണമെങ്കിൽ തന്നെ ഓട്ടോ വേണം, കാറ് പോവില്ല. സിറ്റിക്കകത്ത് എല്ലാം വളരെ ചെറിയ ഇടുങ്ങിയ വഴികളാണ്, അതിലൊന്നും ഓട്ടോ അല്ലാതെ വേറെ വഴിയില്ല കൊണ്ടുപോകാൻ. അതിന് വേണ്ടിയിട്ട് ലേക്ക് നമ്മൾ കണ്ടില്ല, മറ്റേ ഗംഗൂർ കാട്ടിൽ ആൾക്കാർ കുളിക്കുന്ന കണ്ടില്ലേ? അവിടെ പോയി കണ്ടു. പക്ഷേ നമ്മള് ലേക്കിൽ ബോട്ടിങ് വന്നില്ല. ബോട്ടിങ്ങും ഈ പകല് ബോട്ടിങ്ങിന് പോകണതിന് 600 രൂപ, രാത്രി പോകണതിന് 800 രൂപ. സൺസെറ്റ് കാണാനായിട്ട് ബോട്ടിംഗ് ക്രൂസിനെല്ലാം കോസ്റ്റ്ലിയാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രാത്രി വേണമെങ്കിൽ പോയി നോക്കാം, പറ്റുവാണെങ്കിൽ പോകാം. അപ്പോൾ 250 രൂപ. പിന്നെ ഒരു കൊച്ചിനെ എടുത്തുള്ളൂ, അത് 75 രൂപ. ഇതിന് പുറമെ ഫോണിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 125 രൂപ. അങ്ങനെയാണ്.